ബാണാസുരന്റെ പുത്രിയായിരുന്നു പുണ്യകാശി. പണ്ഡിതനും സമൃദ്ധിയുമായിരുന്ന ആ കന്യക പരമശിവ ഭക്ത കൂടിയായിരുന്നു. ഒരിക്കൽ അവൾ കൈലാസത്തിൽ ചെന്ന ദേവനെ ഭജിച്ചു തുടങ്ങി. 3 യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ സാക്ഷാൽ കൈലാസനാഥൻ പുണ്യകാശിക്ക് പ്രത്യക്ഷയായി. കന്യകെ, നിന്റെ കഠിന തപസ് ഏതു വരത്താലാണ് ഞാൻ സാർത്ഥമാക്കായി തരേണ്ടത്? ദേവൻ അന്വേഷിച്ചു. ദേവ, എന്റെ മോഹം അതിമോഹമാണെങ്കിൽ അവിടുന്ന് മാപ്പ് നൽകിയാലും. കൈലാസേശ്വര, എനിക്ക് എക്കാലവും അവിടുന്ന് ലയിച്ചു കഴിയുവാനുള്ള അവസരം നൽകിയാലും. പുണ്യകാശി അപേക്ഷിച്ചു. ദേവി, നിന്റെ ഇംഗിതം ഉടൻ സാധ്യമാകുന്നതല്ല, എന്നാൽ അചിരേണ നിന്റെ ആഗ്രഹം സാധ്യമാകുന്നതാണ്. കന്യകെ, 4,33,000 വർഷം കൂടുമ്പോൾ ഒരു കലിയുഗമാകുന്നു. 2000 ചതുർയുഗം കഴിയുമ്പോൾ ബ്രഹ്മദേവന്റെ ഒരു ദിനമാകുന്നു. അപ്രകാരമുള്ള 30 ദിവസവും 1 മാസവും 12 മാസവും ബ്രഹ്മദേവന്റെ ഒരു വർഷമാകുന്നു. ബ്രഹ്മദേവന്റെ 100 വർഷാന്തരത്തിൽ പ്രളയം സംജാതമാകും. ബ്രഹ്മദേവന്റെ 100 കൊല്ലം വിഷ്ണുദേവന്റെ ഒരു നാഴികയാണ്. ദേവേ, ഭദ്രേ, ഈ കാലഗണത്തിൽ വിഷ്ണുവിന്റെ 10 ലയങ്ങൾ എൻ്റെ ഒരു ക്ഷണനേരമാകുന്നു. സർവസംഹാരലകമായ അന്ന് സുന്ദരി നിന്റെ മനോരഥം സഫലമായി തീരും. പുണ്യകാശി അക്കാലം സമാഗതമാകുന്നെങ്കിൽ നിഷ്ഠാപൂർവമായ തപസ് നീ ആചരിക്കേണ്ടിയിരിക്കുന്നു. അന്നുവരെ നീ ദക്ഷിണ സമുദ്രത്തിൽ തപസ്സനുഷ്ഠിക്കുക. ഇക്കാലത്ത് നിനക്ക് ബാണാസുരന്മാരെ വധിക്കുകയെന്ന പുണ്യകർമ്മവും അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഭഗവാന്റെ അരുളപ്പാട് പുണ്യകാശി ശിരസാവഹിച്ചു. അവൾ ഭഗവത് ദേവന് മന്ദങ്ങളായ ദക്ഷിണ സമുദ്രക്കരയിൽ പോവുകയും തപസ്സം ആരംഭിക്കുകയും ചെയ്തു. അചിരേണ ഭഗവാൻ പ്രവചാരണപരമുള്ള കാലം സമാഗതമാവുകയും പുണ്യകാശി ശിവചൈതന്യത്താൽ ലഭിക്കുകയും ചെയ്തു. അടുത്തത് മഹാകാലന്റെ കഥയാണ്. തുടരും.